ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയ സഹോദര സഹോദരി, ഇന്ന് എനിക്ക് പറയാനുള്ളത് നിൻ്റെ ജീവിതം സ്വർഗത്തിൽ കേന്ദ്രീകരിക്കണമെന്നാണ്. നിൻ്റെ ജീവിതം നല്ലവനായ ദൈവത്തെ കേന്ദ്രീകരിക്കണമെന്നാണ്. വചന ഇപ്രകാരം പറയുക. വിശുദ്ധ മത്തായി അറിയിച്ച സുവിശേഷം 6-ാം അധ്യായം 21-ാം തിരുവചനം. നിങ്ങളുടെ നിക്ഷേപം എവിടെയോ അവിടെയായിരിക്കും നിങ്ങളുടെ ഹൃദയവും. നിന്റെ നിക്ഷേപം എന്ന് പറയുന്നത് നീ എന്തിലേക്കാണോ ജീവിതത്തെ ഫോക്കസ് ചെയ്യുക, നിന്റെ ഊണിലും ഉറക്കത്തിലൊക്കെ നീ എന്തിലേക്കാണോ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്, അതാണ് നിന്റെ നിക്ഷേപം. എന്നിട്ട് പറയുകയാണ്, അവിടെയായിരിക്കും നിന്റെ ഹൃദയം. ഹൃദയത്തെ നിക്ഷേപത്തെ നിന്ന് മാറ്റി നിർത്താനായിട്ട് പറ്റുകയില്ല. ഭൗതികമായ സമ്പത്തിലാണെങ്കിൽ, നിൻ്റെ ജോലി മേഖലകളിലാണെങ്കിൽ, നിൻ്റെ മക്കളിലാണെങ്കിൽ, നിൻ്റെ ജീവിത പങ്കാളിലാണ്, നിൻ്റെ ഹൃദയം അവിടെ തന്നെ ആയിരിക്കും. ഇവിടെയാണ് സ്വർഗത്തിലേക്ക് ശ്രദ്ധ തിരിക്കേണ്ട ആവശ്യകത. നീ സ്വർഗത്തെ ഫോക്കസ് ചെയ്യുകയാണെങ്കിൽ നിൻ്റെ ഹൃദയം എപ്പോഴും സ്വർഗ കേന്ദ്രീകൃതമായിരിക്കും. ഒരു ശക്തിക്കും മാറ്റിക്കളയാൻ പറ്റില്ല. ഒരു ആകർഷണത്തിന് നിന്നെ തോൽപ്പിക്കാനായിട്ട് പറ്റത്തില്ല. അവിടെ നിനക്ക് സ്വർഗത്തിൽ എത്തിച്ചേരാൻ പറ്റുകയുള്ളൂ. നീയാണ് ജീവിതത്തെ തീരുമാനിക്കേണ്ടത്. നമുക്ക് ഒരു നിമിഷം പ്രാർത്ഥിക്കാം. കണ്ണുകളടച്ച് കരങ്ങൾ കൂപ്പാം. നല്ലവനായ കർത്താവേ, നിന്നെ അങ്ങ് സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. ഈശോയെ, നിന്റെ നിറസാന്നിധ്യം നന്ദിയോടുകൂടി ഓർക്കുകയാണ്. നിന്നെ ഹൃദയം ചേർത്ത് മുന്നോട്ട് പോകുവാനായിട്ട് ഈ വ്യക്തിയെ നീ അനുഗ്രഹിക്കും. നിന്റെ നാമത്തിൽ ഈ ദിവസം അനുഗ്രഹിക്കപ്പെടട്ടെ. സർവ്വവിധ നന്മകൾ കൊണ്ട് നിറയപ്പെടട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. അത്യുന്നതനീ അങ്ങേ പോലൊരു ദൈവമില്ല. ഉന്നതനീ അത്യുന്നതനീ അങ്ങേ പോലൊരു ദൈവമില്ല. അത്ഭുതവാ അതിശയവാ നീ മാത്രമേ ദൈവം.